രക്ഷയുടെ ആഴങ്ങളിൽ ജീവിതങ്ങളെ ഇറക്കണമേ. എല്ലാം മഹത്വം അങ്ങേക്ക് തരുന്നു. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. എന്റെ ദൈവമക്കളെ, ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് യഹോവ മോശയോട് യഹോവയുടെ കൈ കുറുതായി പോയോ ഒരു ചോദ്യമാണ്. എന്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണും എന്ന് കൽപ്പിച്ചു. ഇതാണ് നമ്മുടെ ചിന്താ വിഷയം. സ്തോത്രം. എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്, യഹോവയുടെ കൈയുടെ വലിപ്പത്തെ പറ്റി ഇന്ന് രാത്രി ചില കാര്യങ്ങൾ പറയാനാണ് ദൈവാത്മാവ് എനിക്ക് നിയോഗം തരുന്നത്. ദൈവത്തിന്റെ കൈയുടെ വലിപ്പം. ഇന്ന് രാത്രി ആ വലിപ്പം കണ്ട് ദൈവത്തെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം. ആ കൈയുടെ വലിപ്പം. പ്രൈസ് ദി ലോർഡ്. ഈ യഹോവയുടെ കൈയുടെ വലിപ്പം എന്ന് പറയുന്നത്, അതിന്റെ ഒരു പ്രത്യേകത, ആ വലിപ്പത്തിന് ഒരു പ്രത്യേകത, അത്ഭുതം പ്രവർത്തിക്കുന്ന കൈയാണ്. എത്ര പേര് ഈ രാത്രി പ്രതീക്ഷിക്കുന്നു, നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ഒരു അത്ഭുതം പ്രവർത്തിക്കും? സ്തോത്രം. ഹല്ലേലൂയ. ഒരു മിറക്കിൾ ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന ദൈവജനത്തിന്റെ നടുവിൽ നടക്കും. സ്തോത്രം. അത്ഭുതം പ്രവർത്തിക്കുന്ന കൈയാണ് നമ്മുടെ കർത്താവിന്റെ കൈ. ഇതുപോലൊരു കൂട്ടായ്മയിലേക്ക് വന്ന പുരുഷാരത്തെ കണ്ട് കർത്താവ് മനസ്സിലേക്ക് കഴിഞ്ഞ് കൂട്ടായ്മ കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നതിന് തൊട്ടു മുൻപ് കർത്താവ് സ്തോത്രന്റെ അടുക്കൽ ചില ശിഷ്യന്മാര് വന്ന് പറഞ്ഞു, നേരം വൈകി, സ്ഥലം മരുഭൂമിയാണ്, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഇവരെ ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞു വിടണം ഭക്ഷണ സാധനങ്ങൾ കൊള്ളുവാൻ എന്ന് പറഞ്ഞപ്പോ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, അവര് പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. ആ സമയത്താണ് ശിഷ്യന്മാര് കയ്യിലോട്ട് നോക്കുന്നത്, എന്തെങ്കിലും കയ്യിലുണ്ടോന്ന്. ദൈവത്തിന് ചില വാക്കുകൾ കേൾക്കുമ്പോഴാ ഹല്ലേലൂയ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവര് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഇത് വലിയ പുരുഷാരമാണ്, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. പക്ഷേ കൂട്ടായ്മയ്ക്കിടെ ഞങ്ങൾ ഒരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്തോത്രം. ഇവിടെ ഒരു ബാലകൻ വന്നിട്ടുണ്ട്, അവന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഇരിപ്പുണ്ട്. ചില അങ്ങനെയാണല്ലോ, കൂട്ടായ്മയ്ക്ക് വന്ന് യേശു കർത്താവ് ശക്തമായി പ്രസംഗിക്കുമ്പോഴും സ്തോത്രം അടുത്തിരിക്കുന്ന ബാലന്റെ കയ്യിലിരിക്കുന്ന അപ്പം യോഗം കഴിഞ്ഞ് തട്ടിക്കൊണ്ടു പോകാനുള്ള നോട്ടം. ശിഷ്യന്മാര് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിലില്ല, പക്ഷെ ആ പയ്യന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു, ആ ബാലന്റെ കയ്യിലുണ്ട്. ഇവിടെ കർത്താവ് പറഞ്ഞതിന് മറുപടി ഉണ്ട് കേട്ടോ. കർത്താവ് മറുപടി ഇങ്ങനെയാണ്, സ്തോത്രം, നിങ്ങളുടെ കയ്യിൽ ഇരുന്നിട്ട് ഈ പുരുഷാരത്തിന് കൊടുക്കാൻ ഇത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ അത് എന്റെ കയ്യിൽ കൊണ്ടുതരാൻ പറയും. ദൈവങ്ങളെ, നീ ചുമന്ന് മടുത്ത വിഷയമുണ്ടല്ലോ, നിന്റെ കയ്യിൽ ഇരുന്നിട്ടും പ്രയോജനമില്ലാതിരിക്കുന്ന വിഷയമുണ്ടല്ലോ, നീ പ്രാർത്ഥിച്ചിട്ട് കുഴഞ്ഞു പോയ വിഷയമുണ്ടല്ലോ, ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് റൂഡമ ഹസ്തനെ രഗജ ഷംദൽ വൈഡസ് ഒരു ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. നിന്റെ കയ്യിൽ അത് ഇരുന്നിട്ട് പ്രയോജനപ്പെടുന്നില്ലെങ്കിൽ നീ അത് എന്റെ കയ്യിൽ തന്നേ, ഞാനിത് കൈകാര്യം ചെയ്തുകൊള്ളാം. സ്തോത്രം. നിങ്ങൾ വായിച്ചില്ലേ ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, ന്യായവിസ്താരത്തിൽ മുഖം നോക്കാതെ ചെറിയവന്റെ കാര്യവും വലിയവന്റെ കാര്യവും ഒരുപോലെ കേൾക്കണം. നീ ചെറിയവനാകട്ടെ, നീ വലിയവനാകട്ടെ, സ്തോത്രം, നിന്റെ വിഷയം എത്ര വലുതാകട്ടെ ചെറുതാകട്ടെ, അത് ഒരുപോലെ കേൾക്കുന്ന സ്ഥലം പോലീസ് സ്റ്റേഷൻ അല്ല, കോടതിയല്ല, വീട്ടിൽ കിട്ടിയില്ലെന്ന് വരും. ഒരു കാര്യം ഓർത്തോണം, നീ ചെറിയവനാകട്ടെ, നീ വലിയവനാകട്ടെ, നിന്റെ പ്രശ്നം വലുതാകട്ടെ ചെറുതാകട്ടെ, ഇതൊരുപോലെ കേൾക്കുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ, അതെന്റെ ദൈവത്തിന്റെ പാദപീഠമാണ്. സ്തോത്രം. നാം വന്നെത്തിയിരിക്കുന്നത് അവന്റെ പാദത്തിൽ, ഇന്ന് രാത്രിയിൽ അവന്റെ പാദത്തിലാണ് വന്നിരിക്കുന്നത്. തീരാത്ത പ്രശ്നങ്ങളെ തീർക്കുന്ന ഏക സ്ഥലം. ഹല്ലേലൂയ. മനുഷ്യനെ ഭയപ്പെടരുത്. സ്തോത്രം. ന്യായവിധി ദൈവത്തിനുള്ളത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യം നിങ്ങൾ എന്റെ അടുക്കൽ കൊണ്ടുവരിക, ആദ്യം ഞാൻ തീർക്കും. ഇന്നലെ വരെ തീരാത്ത പ്രശ്നങ്ങൾ, ഇന്നലെ വരെ ചുമന്ന് മടുത്ത വിഷയങ്ങൾ, ഇനി സാധ്യമല്ലെന്ന് പറഞ്ഞ വിഷയങ്ങൾ, ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുകയാണ്, നിനക്ക് അധികം പ്രയാസമായി തോന്നുന്നെങ്കിൽ ഇന്ന് രാത്രി നീ അത് എന്റെ കയ്യിൽ തരിക, ഞാൻ അത് തീർക്കും. സ്തോത്രം. അപ്പൊ തീരാത്ത പ്രശ്നങ്ങൾ തീർക്കുന്ന ഏക സ്ഥലമാണ് ദൈവത്തിന്റെ പാദപീഠം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ സമയത്ത് എന്ത് സംഭവിക്കുന്നറിയാമോ? ആമേൻ. എന്റെ ദൈവത്തിന്റെ കൈയുടെ വലിപ്പം വിഷയങ്ങൾ അനുഭവിക്കുന്ന ജീവിതങ്ങളുടെ മേൽ എന്റെ കർത്താവ് നീട്ടുമെന്നുള്ളതാണ് ഈ രാത്രി മനസ്സിലാക്കേണ്ടത്. അത്ഭുതം പ്രവർത്തിക്കുന്ന കരമാണ്. സ്തോത്രം. നമുക്ക് സന്തോഷിക്കാനുള്ള ഏക സ്ഥലം ദൈവത്തിന്റെ പാദപീഠമാണ്. കാര്യം തീരാത്ത പ്രശ്നങ്ങൾ തീർക്കുന്ന ഏക സ്ഥലമാണ് ഇവിടം. ഈ നമ്മുടെ പാസ്റ്റേഴ്സിനോട് വിശ്വാസികളെ, നിങ്ങളെ എന്ന് നിങ്ങളുടെ ഭാരമുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവര് പറയുന്ന 3 വാക്കുകൾ ഞാൻ പറയാം. ഞാനും അത്രയൊക്കെ പറയത്തുള്ളൂ. എന്താണെന്നറിയാമോ? 1 ശ്രമിക്കാം, 2 നോക്കട്ടെ, 3 പ്രാർത്ഥിക്കാം. ഈ 3 വാക്കുകൾ പറഞ്ഞു വിടത്തേ ഉള്ളൂ. എന്താണെന്നറിയാമോ? നിങ്ങൾ കൊണ്ടുവരുന്ന പ്രശ്നമെല്ലാം കൈകാര്യം ചെയ്യാനുള്ള സംവിധാനം ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാൽ എന്റെ കർത്താവ് പറഞ്ഞ വാക്കുണ്ടോ?
തീർക്കാമെന്നോ ശ്രമിക്കാമെന്നോ ഒന്നുമല്ല. കർത്താവ് നോക്കാൻ ശ്രമിക്കാമെന്നല്ല. കർത്താവ് പറയാണ്, നീ അത് കൊണ്ടുപോവാ, ഞാനത് തീർക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം എന്നറിയാമോ, നിന്റെ പ്രശ്നം എത്ര വലുതായാലും അത് തീർക്കാനുള്ള സംവിധാനം എന്റെ കർത്താവിന്റെ കയ്യിലുണ്ട്. സ്തോത്രം. എന്നിട്ടാ പറഞ്ഞത്, നീ അത് ഇവിടെ കൊണ്ടുപോവാ, ഞാനത് തീർക്കാവുന്നു. സദൃശവാക്യം 8:17 മുതലുള്ള വാക്യങ്ങൾ നോക്കിയാൽ അവിടെ കാണും, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവരെ എന്നെ കണ്ടെത്തുന്നു, എന്റെ പക്കൽ ധനവും മാനവും പുരാതന സമ്പത്തും നീതിയുമുണ്ട്. എന്നെ സ്നേഹിക്കുന്നവർക്ക് വസ്തുവായ അവകാശമായി കൊടുക്കേണ്ടതിനും അവർ ഭണ്ഡാരങ്ങൾ നിറയ്ക്കേണ്ടതിനും. ദൈവക്ലോത്തോളം നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കർത്താവിന്റെ കയ്യിലുണ്ട്. അത് വെച്ചോണ്ടാ പറഞ്ഞത്, നീ ഇവിടെ കൊണ്ടുപോവാ. നീ ധനപരമായ വിഷയമായാലും, നിന്റെ രോഗവിഷയമായാലും, നിന്റെ തലമുറയുടെ വിഷയമായാലും, നിന്റെ സാമ്പത്തിക വിഷയമായാലും പറയുകയാണ്, നീ അത് എന്റെ കയ്യിൽ ഞാനത് തീർക്കും. അപ്പൊ തീരാത്ത പ്രശ്നങ്ങൾ തീർക്കുന്ന ഏക സ്ഥലമാണ് ദൈവത്തിന്റെ പാതപീഠം എന്ന് പറയുന്നത്. അപ്പോൾ കാരണം എന്തറിയാമോ, എന്റെ ദൈവത്തിന്റെ കൈയുടെ വലുപ്പം ഒരു മനുഷ്യന് ചിന്തിപ്പാൻ പോലും കഴിയത്തില്ല. അപ്പൊ കർത്താവിന്റെ കരത്തിന്റെ പ്രത്യേകത അത്ഭുതം പ്രവർത്തിക്കുന്ന കരമാണ്. ഒരിക്കലേ നമ്മുടെ കർത്താവിന്റെ അടുക്കൽ 10 കുഷ്ഠരോഗികൾ വന്ന് മുട്ടുകുത്തി. 10 പേരെയും കർത്താവ് സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്. 10 പേരെ സൗഖ്യമാക്കി. നമ്മുടെ കർത്താവിന്റെ കരത്തിന് വലിപ്പം കണ്ടോ? സൗഖ്യമാക്കാൻ കഴിയുന്ന കരം. വിശ്വാസാലപരം മഹത്വം കൊടുത്താട്ടെ. നിന്റെ ഏത് രോഗത്തെയും ഇന്ന് രാത്രി സൗഖ്യമാക്കുന്ന കർത്താവ് ഇവിടെയുണ്ട്. അവന്റെ ആടിപ്പിടലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആയിരിക്കാൽ ആ കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അലട്ടുന്ന രോഗബന്ധനങ്ങൾ, അലട്ടുന്ന പ്രശ്നങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് അഴിഞ്ഞു മാറിപ്പോട്ടെ. ഹല്ലേലൂയ. സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. 18 സംവത്സരം നിവരാൻ കഴിയാതെ കൂനിയായി നടന്ന ഒരു സ്ത്രീ. നിങ്ങൾ ചിന്തിച്ചോണം. ലൂക്കോസ് 13:11-12 വാക്യങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ വാക്യവും വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞങ്ങ് പോകട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. നിങ്ങളെ മീറ്റിംഗ് കഴിഞ്ഞ ശേഷം അത് നോട്ട് ചെയ്താൽ മതിയാകും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ കാണുന്നത് 18 സംവത്സരം അവൾ ആഗ്രഹിച്ചിട്ട് നിവരാൻ ഒക്കുന്നില്ല, കൂനിപ്പോയി. അങ്ങനെ കൂനിയായൊരു സ്ത്രീയെ, അവൾക്കുള്ളൊരു പ്രത്യേകത എന്നൊക്കെ മനസ്സിലായോ? കൂനില്ലാത്തത് വീട്ടിൽ കിടന്നുറങ്ങുക മീറ്റിംഗ് ഉള്ളപ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഇവൾ 18 സംവത്സരം കൂനിയായിട്ട് ജീവിച്ചെങ്കിലും പള്ളി പോകാമായിരുന്നു, അവൾ ആലയത്തിൽ പോകാമായിരുന്നു. സ്തോത്രം. അങ്ങനെ ഒരു ദിവസം അവൾ ആലയത്തിൽ ചെന്നപ്പോൾ അന്നത്തെ യേശുവിന്റെ ഡയറിക്കുറിപ്പിൽ സൂക്ഷിച്ചു നോക്കിയാൽ കാണും, ഈ 18 സംവത്സരം കൂനിപ്പോയ ഇവൾക്ക് വിടുതൽ കൊടുക്കണം. ഇന്ന് രാത്രി നിന്നെ വ്യക്തമായിട്ട് കർത്താവ് കാണുന്നുണ്ട് കേട്ടോ. നിന്റെ സ്ഥിതി കർത്താവ് കാണുന്നുണ്ട്. നിന്റെ ആത്മീയ കൂനും നിന്റെ ജീവിതത്തിൽ സംഭവിച്ച പൈശാചിക പോരുകളും ചില ബന്ധനങ്ങളും ഇന്ന് രാത്രി എന്റെ യേശു കാണുന്നുണ്ട്. വീട്ടിലുള്ളവർക്ക് ഇത് കാണാൻ കഴിഞ്ഞില്ലെന്ന് വരാം, സഭയിലുള്ളവർ കാണാൻ കഴിഞ്ഞില്ലെന്ന് വരാം. അതിന് യേശു കണ്ടിട്ട് ഇന്ന് രാത്രി നിനക്കൊരു വിടുതൽ നിശ്ചയമായും കർത്താവ് വെച്ച് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശുവോട് വന്നപ്പോൾ ഈ കൂനിയായ സ്ത്രീയെ പലരും കണ്ടില്ല. അവൾ കൂനിയല്ലേ നിൽക്കുന്നത്, യേശു കണ്ടു. സ്തോത്രം. ഈ കൂനിയായ സ്ത്രീകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ കാൽച്ചോട്ടിലുള്ള കാര്യം മാത്രമേ അവർക്ക് അറിയത്തുള്ളൂ. കൂനിപ്പോയതല്ലേ. എന്നാലേ അവിടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊടുക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. കർത്താവ് ഒരു കാര്യം ചെയ്തു. ആ കൂനിയായ സ്ത്രീയെ കണ്ടു കഴിഞ്ഞപ്പോ യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു. കണ്ടോ, പലരും മൈൻഡ് ചെയ്യാത്തതായിട്ടുള്ള ആ വ്യക്തിയെ എന്റെ യേശു അടുക്ക വിളിച്ചു. ഞാൻ വ്യക്തമായിട്ട് എന്റെ യേശുവിനെ ചൂണ്ടിക്കാണിക്കാം. പലരും നിന്നെ ചേർത്ത് പിടിക്കാൻ ഇല്ലാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി നിന്റെ ഭാരമുള്ള വിഷയത്തിന് മുൻപിൽ പൈശാചിക പോരാട്ടങ്ങൾ നീ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി നിന്നെ എന്റെ യേശു ചേർത്ത് പിടിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. യേശു പറയാണ് സ്ത്രീയെ, അവിടെ പറയാണ് അടുക്ക വരാൻ വിളിച്ചു. എന്നിട്ട് പറയാണ്, അവൾ അടുക്ക വന്നപ്പോ, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ മേൽ കൈവച്ചു. സ്തോത്രം. യേശുവിന്റെ കൈ അത്ഭുതം പ്രവർത്തിക്കുക മാത്രമല്ല രോഗസൗഖ്യം തരുന്ന കൈയാണ്. അവിടെ മേൽ കൈവച്ച് കർത്താവ് പറയാണ്, നിന്റെ രോഗബന്ധനങ്ങൾ അഴിഞ്ഞിരിക്കുന്നു. എത്ര ദിവസം? 18 സംവത്സരം കൂനിപ്പോയ സ്ത്രീയുടെ പിശാച് കെട്ടിയ കെട്ട് എന്റെ യേശു പൊട്ടിച്ചിട്ട്, സ്തോത്രം, അവളെ തൊട്ട് കഴിഞ്ഞപ്പോൾ സംഭവിച്ചെന്നറിയാമോ? ഒരു മിറക്കിൾ അവിടെ നടക്കുകയാണ്. അവൾ 18 സംവത്സരം കൂനിപ്പോയെങ്കിൽ ആ നിമിഷത്തിൽ ക്ഷണത്തിൽ അവൾ നിവർന്നു.
ഇന്ന് രാത്രി ചിലതിനെ എന്റെ കർത്താവ് നിവർക്കുകയാണ്. ഇന്ന് രാത്രി ചില കെട്ടുകൾ കർത്താവ് പൊട്ടിച്ചിട്ട് ചില ബന്ധനങ്ങൾ അഴിച്ചു മാറ്റിയിട്ട് വർഷങ്ങളായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന ആർക്കും സൗഖ്യമാക്കാൻ കഴിയാത്ത നിലയിൽ ഭാരത്തിലായിരുന്ന ചില ജീവിതങ്ങളെ ഇന്ന് രാത്രി യേശു വിടുവിക്കുന്നു. നസറനായ യേശുവിൻ നാമത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും മരണത്തിന്മേൽ പാതാളത്തിന്മേൽ പിശാചിനുമേൽ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ചില ജീവിതങ്ങളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ, ആ കെട്ടുകൾ പൊട്ടി മാറട്ടെ. കൂനിപ്പോയ ചില ജീവിതങ്ങൾ, പിശാച് കൂനിക്കളഞ്ഞ ചില ജീവിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിവരട്ടെ. ക്ഷണത്തിൽ അവൾ നിവർന്നു. യേശു സൗഖ്യമാക്കുന്നവനാണ്. കാറ്റിനെയും കടലിനെയും ശാസിക്കുന്ന താൻ കരം ഉയർത്തി കഴിഞ്ഞാൽ പ്രകൃതി അനുസരിച്ചിരിക്കും. അങ്ങനെയുള്ള കരമായ എന്റെ കർത്താവിന്റെ കരം. ഈ കർത്താവിന്റെ കരത്തിന്റെ വലിപ്പം നിങ്ങൾ അറിയണം. സ്തോത്രം. യേശുവിന്റെ ശിഷ്യന്മാരെ കാണുമ്പോൾ കർത്താവ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് പറയാണ്, നിങ്ങൾക്ക് സമാധാനം. നിന്റെ വീട്ടിനകത്ത്, നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറയ്ക്കകത്ത്, നിന്റെ കുടുംബജീവിതത്തിനകത്ത് സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ഛിന്നഭിന്നമായി കിടക്കുന്നില്ലേ കാര്യങ്ങളെ, ഡിസോർഡർ കാര്യങ്ങളെ എന്റെ കർത്താവ് ഓർഡറിലാക്കുന്നു എന്ന് ദൈവാത്മ പറയാണ്. അതിനുശേഷം കർത്താവ് പറയാനുള്ളത്, നിങ്ങൾക്ക് സമാധാനം. പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവിന്റെ കരം അത്ര വലുപ്പമാണ്. അത് ആസ്വദിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇത്രയും പേര് ഇന്ന് രാത്രി ഇവിടെ കൂടിയിരിക്കുന്നത് ഇത് ആസ്വദിക്കാനാണ്. ഹല്ലേലൂയ. ഈ തിരുവെഴുത്ത് ധ്യാനിക്കുമ്പോൾ തന്നെ നിന്റെ ജീവിതത്തിൽ, നിന്റെ ശരീരത്തിൽ, നിന്റെ മനസ്സിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ഭവനത്തിൽ, നിന്റെ ചർച്ചിൽ ഹല്ലേലൂയ ഈ സമാധാനം ആസ്വദിച്ചു മടങ്ങിപ്പോണം. കർത്താവിന്റെ മഹത്വം. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ കരത്തിന്റെ വലിപ്പം അത്ര വലുതാണ്. ഇനി ഈ വിഷയത്തിലേക്ക് നമുക്ക് ഓടി വരാം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ഈ 11-ാമത്തെ അധ്യായത്തിൽ, സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തില് ശ്രദ്ധിക്കൂ, 3 ചോദ്യങ്ങളാണ് കാണുന്നത്. 3 ചോദ്യങ്ങൾ. ഒന്ന്, ജനം, ഇസ്രായേൽ മക്കൾ മിസ്രയീം വിട്ട് അല്ല അടിമത്തത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് ചെങ്കടൽ കിടന്ന മരുഭൂമിയിൽ എത്തിയിരിക്കുന്നു. മരുഭൂമിയിൽ വന്നതായിട്ടുള്ള ജനം മരുഭൂമിയിൽ കൂടെ അവരിങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ ഒരുപാട് പ്രതികൂലങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം തരണം ചെയ്തു പോകാൻ തക്കോണം ഇവിടെയാക്കി. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം വഴികാട്ടി. വെളിച്ചം കണ്ടുള്ള യാത്ര, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ളൊരു യാത്ര, ലക്ഷ്യം തെറ്റാത്തൊരു യാത്ര. അതിനുവേണ്ടി പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ഇസ്രായേൽ മക്കൾക്കുണ്ടായിരുന്നു. എന്നാൽ അവർക്ക് അവരുടെ ജീവിത യാത്രയിൽ ഒരു പ്രശ്നം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഇവര് നടത്തിപ്പുകാരനായ മോശയോട് ചോദിച്ചൊരു ചോദ്യമാണ് 1-ാമത്തെ ചോദ്യം. വളരെ ശ്രദ്ധിച്ചോണേ. 1-ാമത്തെ ചോദ്യം അവരെ നടത്തിക്കുന്ന നടത്തിപ്പുകാരനോട് ജനം ചോദിച്ചൊരു ചോദ്യമാണ്. അത് 11-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ കിടപ്പുണ്ട്. 4-ാം വാക്യത്തില് അവർ ചോദ്യം ഇതാ, ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആർ തരും? ശ്രദ്ധിച്ചോണേ. ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? ആ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. ആര് തരും? ഇതേ നിലയിൽ വ്യത്യസ്ത ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുക. ആരെന്നെ സഹായിക്കും? ആരെന്റെ കൈക്ക് പിടിക്കും? ആരെ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും? ഇതേ ചോദ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കുന്നവരാണ്. ഇവിടെ ജനം മോശയോട് ചോദിക്കുകയാണ്. 1-2 പേരല്ല, അത് ഓർത്തോണം. ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? തന്നെയല്ല, ഈ ജനം മിസ്രൈമിൽ വെച്ച് ചാട്ടവാറിന്റെ അടി അവർ കൊള്ളുന്നെങ്കിലും വേദന ഉണ്ടെങ്കിലും, സ്തോത്രം, മിസ്രൈം വിട്ട് ചെങ്കൽ കിടന്ന് മരുഭൂമിയിൽ കൂടെ വരുമ്പോൾ അവരിങ്ങനെ തൂത്തോണ്ടാണ് ഇതൊക്കെ ചോദിക്കുന്നത്. പണ്ടത്തെ അടിയുടെ വേദന മാറിയിട്ടില്ല. അവർ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ഇത് ആരാ തരുന്നതെന്ന്. ദൈവത്തിന്റെ മഹത്വം. മിസ്രൈമിൽ അവര് കഴിഞ്ഞപ്പോൾ സംഖ്യാപുസ്തകം 11-ന്റെ 5-ാം വാക്യം നോക്കിയാൽ അവിടെ ഒരു 6 കൂട്ടം ആഹാരത്തിന്റെ പേര് കാണും. നിങ്ങൾ സമയം പോലെ നോക്കിയാൽ മതിയാവും. അവർ മിസ്രൈമിൽ കഴിച്ച ആഹാരം ശ്രദ്ധിച്ചോണം. മത്സ്യമുണ്ട്, വില കൂടാതെ അവർ കിട്ടുന്ന വെള്ളരിക്ക ഉണ്ട്, മത്തങ്ങ ഉണ്ട്, ഉള്ളിയുണ്ട്, ചുവന്നുള്ളിയുണ്ട്, ചിറ്റുള്ളിയുണ്ട്. ഇത്ര ആഹാരത്തിന്റെ പേര് അവർക്കറിയാം. ഇതവർ കഴിച്ചിട്ടുമുണ്ട്. ഇതവർക്ക് കഴിക്കാൻ അറിയാം. എന്നാൽ ഇവിടുത്തെ ചോദ്യം കണ്ടോ, ഈ മരുഭൂമിയിൽ ഞങ്ങള് പണ്ട് മിസ്രൈമിൽ വെച്ച് കഴിച്ച ഈ 6 ആഹാരം ഉണ്ടല്ലോ, അത് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ഇവിടെ വെച്ച് ഈ മരുഭൂമിയിൽ ഞങ്ങൾക്ക് ഇറച്ചി ആർ തരും? ഇതാണ് 1-ാമത്തെ ചോദ്യം. മോശയോട് നടത്തിപ്പോകാനുള്ള ചോദ്യമാണ്.
ഈ നടത്തിപ്പുകാരൊക്കെ വളരെ ശ്രദ്ധിച്ചോണം, നിങ്ങളോട് ഒത്തിരി ചോദ്യം വരും. നടത്തിപ്പുകാര് ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വരും. സ്തോത്രം. പക്ഷെ ഒരു കാര്യം, ഇതിനെല്ലാത്തിനും ഇവരോട് മറുപടി പറയാൻ നിൽക്കിയാൽ നമ്മൾ തോറ്റു. അതിന് എല്ലാത്തിനും കയറി മറുപടി ഒന്നും പറയില്ല കേട്ടോ, ന്യൂട്രൽ നിൽക്കണം. സ്തോത്രം. മോശയോട് ചോദിച്ച ഈ ചോദ്യത്തിന് മുമ്പിൽ മോശയ്ക്ക് മനസ്സിലായി, ഇവരോട് മറുപടി പറയാൻ നിന്നാല് സംഗതി ശരിയാകത്തില്ല, മോശയ്ക്ക് ഇതിന് മറുപടി പറയാനും അറിയത്തില്ല. അവിടെ മോശ ഒറ്റ കാര്യം ചെയ്തുള്ളൂ. പ്രതിസന്ധി ഘട്ടത്തിൽ ഇവരിങ്ങനെ മോശയോട് കയർത്തപ്പോൾ തന്റെ എല്ലാ സന്ദർഭങ്ങളിലും താൻ ചെയ്തൊരു ശുശ്രൂഷന്മാരായ നമുക്ക് മാതൃകയാക്കാൻ കൊള്ളാവുന്നതാണ്. നിനക്ക് ചിലപ്പോൾ ചില പ്രയാസഘട്ടങ്ങളിൽ ശൈലിയിൽ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലായിരിക്കും, വാക്കുകൾ പോലും ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരാം. അതുപോലെ ജനം വിഷമിപ്പിക്കും. ചിലപ്പോൾ വാക്കുകൾ പോലും കിട്ടത്തില്ല. അതല്ല മോശ കാര്യം ചെയ്തു. സ്തോത്രം. ഇവരോടൊന്നും എനിക്ക് പറയാനൊക്കുന്നില്ല, പ്രാർത്ഥിച്ചിട്ട് വാക്ക് പോലും കിട്ടുന്നില്ല. മോശ കാര്യം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. താൻ അവിടെ വിളിച്ചവന്റെ കാൽക്കൽ വീണു. ഇന്ന് രാത്രിയിലെ നിനക്ക് ശൈലിയിൽ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിലും വിളിച്ചവന്റെ കാൽക്കൽ വീഴാൻ പറ്റുമെങ്കിൽ വിളിച്ച ദൈവം വിശ്വസ്തൻ, അവൻ മാറത്തില്ല. എന്നിട്ട് ഈ യഹോവയോട് നിലവിളിച്ചു. നിനക്ക് ചൊവ്വെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിലും നിലവിളിക്കാൻ അറിയാമെങ്കിൽ ഇന്ന് രാത്രി അവൻ നിലവിളി കണ്ട മറികടന്ന് പോകുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. അവൻ നിലവിളി കണ്ട മറികടന്ന് പോകുന്നവനല്ല എൻ്റെ കർത്താവ്. അവിടെ ഇങ്ങനെ കാണുന്നുണ്ട്, നിലവിളിച്ച മോശയെ കണ്ട് തമ്പുരാൻ അവിടെ നിന്നിട്ട് അവനെ തട്ടി എഴുന്നേൽപ്പിച്ചു. എഴുന്നേൽക്കാൻ പറഞ്ഞു. എന്താ സംഭവം എന്ന് ചോദിച്ചു. നീ കരയുമ്പോ എന്തിനാ കരയെന്ന് ചോദിക്കാൻ ഒരാളുണ്ട്, അതിന്റെ ഒരു ആശ്വാസമല്ലേ. പ്രൈസ് ദി ലോർഡ്. നീ എന്തിനാ മോശ കരയുന്നതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇതാ സംഭവം. അവരൊരു 6 കൂട്ടം ആഹാരം അവിടെ കഴിച്ചുകൊണ്ടിരുന്നതാ. ഇവിടിതാ സ്തോത്രം, മന്നയല്ലാതെ ഇവിടെ ഞങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല. ഇറച്ചി ആരാധരുത്, മന്ന തന്ന ദൈവത്തിന് മാംസം കൂടെ തരാൻ കഴിയുമോ എന്നൊക്കെ അവർ ചോദിക്കുന്നു. നന്ദിയാണത് എന്ന് പറഞ്ഞപ്പോ പ്രൈസ് ദി ലോർഡ്, മോശയോട് ദൈവം ചോദിച്ച ഒരു ചോദ്യമാണ്. മോശയെ തിരിച്ചൊരു ചോദ്യം ദൈവം മോശയോട് ചോദിക്കുകയാണ്. മോശയോട് ചോദിക്കുക, മോശേ, യഹോവയോട് കൈ കുറുതായി പോയോ? ഇന്ന് രാത്രി നിങ്ങളുടെ അകം കണ്ടൊന്ന് തുറന്ന് സ്തോത്രം. ഹല്ലേലൂയ. യഹോവയുടെ കൈയുടെ വലിപ്പം വിഷയങ്ങളുടെ മുമ്പിൽ കാണുവാൻ കഴിയുമെങ്കിൽ ദൈവമക്കളോർത്തോണം, ഈ രാത്രി വിടുതലിന്റെ രാത്രിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞകാല അത്ഭുതങ്ങൾ, കഴിഞ്ഞകാല പ്രതിസന്ധി ഘട്ടങ്ങൾ നിന്നെ നടത്തിയത്, നിന്നെ പരിപാലിച്ചത്, നിന്നെ പോറ്റി പുലർത്തിയത്, നിനക്ക് സൗഖ്യം തന്നത്, നിന്റെ തലമുറയെ മാനിച്ചത്, നിന്റെ ശുശ്രൂഷയെ മാനിച്ചത്, ആമേൻ ഹല്ലേലൂയ, ഇതെല്ലാം ഒന്ന് ഓർത്തു നോക്കിയേ. ദൈവത്തിന്റെ പൈതൽ ഓർത്തുകൊള്ളണം. ഹല്ലേലൂയ. ആ യഹോവ ഇവിടെ കയ്യ് കുറുതായി പോയോ? ഇതിന് മറുപടി മോശയാ പറയണ്ടേ. ഇതിന്റെ ചില ചോദ്യങ്ങൾക്ക് ഇന്ന് രാത്രി കർത്താവ് മറുപടി ചോദ്യമായിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ. യഹോവയുടെ കൈ കുറുതായി പോയോ? സ്തോത്രം. എന്റെ വചനം നിവർത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണുമെന്ന് കൽപ്പിച്ചു. അവിടുത്തെ ആ ദൂതില് ഒരു പ്രസക്തമായ ഭാഗമുണ്ട് കേട്ടോ. അടുത്ത വർഷം കാണുമെന്നല്ല പറഞ്ഞത്, ഇപ്പോൾ കാണും. ഇന്ന് രാത്രി നടക്കുന്ന ഈ മീറ്റിംഗിൽ എൻ്റെ ദൈവത്തിന്റെ കൈ എന്താണ്, അതിന് വലിപ്പം എന്താണ്, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി എന്താണെന്ന് നിന്റെ വീട്ടിനകത്ത് നടക്കാൻ പോവാ. അത് നീ കാണാൻ പോവാ, നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോവാ. നിന്റെ തലമുറയിൽ ദൈവം പ്രവർത്തിക്കുന്ന നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോവാ എന്ന് ഇന്ന് കാണാൻ പോവാ. വിശ്വസാൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നിന്റെ കണ്ണുകൊണ്ട് നിന്റെ ചോദ്യത്തിന് മറുപടി നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോവുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവിക ആലോചന കേട്ട്, ദൈവിക പ്രവചന ശബ്ദം കേട്ട്, ദൈവിക ദർശനം കണ്ട്, ദൈവിക വെളിപ്പാട് കണ്ട്, ദൈവ വചനം കേട്ട ദൈവത്തിന് അതിൽ ഓർത്തോണം. ഹല്ലേലൂയ. ഇന്നലെ വരെ നടന്നില്ല എന്ന് പറഞ്ഞ് ഭാരപ്പെടണ്ട, കാലകരണപ്പെട്ട് പോയെന്ന് പറഞ്ഞ് ഭാരപ്പെടണ്ട, ഇനി നടക്കുമോ എന്ന് സംശയിച്ച് ഭാരപ്പെടണ്ട. ഈ രാത്രി ദൈവാത്മാവ് ഒരു ദൂത് പറയുന്നു, ഇന്ന് രാത്രി നീ കാണും, നീ കേട്ടത് കാണും. സ്തോത്രം. മോശയോട് പറയാണ്, ഹല്ലേലൂയ, ഇപ്പോൾ കാണുമെന്ന് കൽപ്പിച്ചു. സ്തോത്രം. യഹോവ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കും, അത് സ്ഥാപിതമാകും. കർത്താവിന്റെ മഹത്വം. മോശയോട് മറുപടി ചോദ്യരൂപേണ പറയാണ്, നീ ഇന്ന് കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ചിന്തിച്ചു നോക്കിയേ, ജനം മോശയോട് ചോദിക്കുന്നു, മോശ ദൈവത്തോട് ചോദിക്കുന്നു, ദൈവം മറുപടി പറയുന്നു. ഈ 3 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ
ദൈവം സംസാരിച്ചാലും ദൈവം ഇടപെട്ടാലും ദൈവം വ്യക്തമായിട്ട് അരുളപ്പാട് അറിയിച്ചാലും നമുക്കൊക്കെ ഉള്ള ഒരു കുഴപ്പം ഞാൻ പറയാം. പല കുഴപ്പമുണ്ട്, അതിൽ ഒരു കുഴപ്പം പറയാം. സ്തോത്രം. എങ്ങനാ ഇത് ദൈവം പ്രവർത്തിക്കുന്നതെന്നൊരു ചിന്ത. ഈ ബേസിക് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, യഹോവ മാറാത്തവൻ. പറഞ്ഞിട്ടുണ്ടോ ചെയ്തിരിക്കും. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിച്ചൊരു സ്തോത്രം പറയാൻ പറ്റും? ഹല്ലേലൂയ. നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്തിരിക്കും. യഹോവ മാറാത്തവൻ. 2, എന്റെ കർത്താവിന് ഭോഷ്ക് പറയാൻ കഴിയത്തില്ല. അവന്റെ വാക്കെല്ലാം ഊവെന്നാണ്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്നിരിക്കും. 3-ാമത്തെ കാര്യം, സ്തോത്രം, എന്റെ കർത്താവ് ഒരിടത്തും തോറ്റിട്ടില്ല. എന്റെ കർത്താവ് ജയിച്ചവനാണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ കൊച്ചു ഹൃദയത്തിനകത്ത് ഇന്ന് രാത്രികാലം സ്തോത്രം ഒന്ന് വെക്കാമെങ്കിൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റും, ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുകയും ചെയ്യും. അപ്പോ ഇവിടെ ഇന്ന് കാണും എന്ന പദം നിങ്ങളുടെ ഹൃദയത്തിനകത്തിട്ട് ഒരു അടിവര ഇട്ടേക്കണം. സ്തോത്രം. ഇന്ന് കാണും, ഇന്ന് കാണും, ഇന്ന് കാണും. വർഷങ്ങളായി നീ നിലവിളിയുടെ മറുപടി ഇന്ന് രാത്രി നിന്റെ വീട്ടിനകത്ത് കാണുകയാണ്, നിന്റെ തലമുറയിൽ കാണുകയാണ്. ഡിസോർഡറിൽ കിടക്കുന്ന ചില അനുഭവങ്ങൾ ഇന്ന് രാത്രി യേശു ഓർഡറിലാക്കുന്നു എന്ന് കാണുകയാണ്. സ്തോത്രം. ഇസ്രയേലിനെ നോക്കിക്കൊണ്ട് ഹല്ലേലൂയ ഡിസോർഡറിൽ കിടക്കുന്ന അസ്ഥി കൂമ്പാരങ്ങൾ കണ്ടുകൊണ്ട് പ്രവാചകനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ അസ്ഥികൾ ജീവിക്കുമോ? അതിന് പറയാൻ ഒറ്റ മറുപടിയേ ഉള്ളൂ, ഓവേ നീ അറിയുന്നു, എന്റെ കാൽക്കുലേഷൻ തെറ്റുന്നു, എന്റെ കണക്കൂട്ടൽ ഇത് ഒന്നും സംഭവിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും ഉണങ്ങി വരണ്ടിരിക്കുന്നു. എന്നാൽ ഈ രാത്രി ഒരു മറുപടി ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. ഇന്ന് രാത്രി നീ അത് കാണുമെന്നുള്ള മറക്കണ്ട. സ്തോത്രം. അവിടെ ഹല്ലേലൂയ പെട്ടെന്ന് ദൈവം ഇടപെടുന്ന ഒരു ദൂതിതാണ്, നീ ആ അസ്ഥികളോട് പ്രവചിക്കണം. ദേവദാസനെ ഇന്ന് രാത്രി ഒരു പുത്തൻ ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങിക്കോണം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു പുതിയ അഭിഷേകത്തിന്റെ ശുശ്രൂഷയിലേക്ക് ദൈവം തമ്പുരാൻ വിളിച്ചു മാറ്റുന്നുവെന്ന് ദൈവാത്മാവ് രാത്രി ദൂത് പറയുമ്പോൾ ഓർക്കുക. ഹല്ലേലൂയ. അതിനുള്ള ചില സംവിധാനങ്ങൾ ഈ ദിവസങ്ങൾ ദൈവം തമ്പുരാൻ ഒരുക്കുന്നുവെന്ന് വളരെ വ്യക്തമായി. റുഡമ ഹന്തര വൗഡ ദിഗച്ചിനി മട്ടുരി അതിന്റെ രഹപ്രഭ. കഴിഞ്ഞകാല ചില പ്രതികൂലങ്ങള്, ചില പ്രയാസങ്ങള്, ചില ദുഃഖങ്ങള്, ചില രോഗങ്ങള്, ചില ബന്ധനങ്ങള് ഇന്ന് രാത്രികാലം അതുകൊണ്ട് പകച്ചു നിൽക്കേണ്ട. യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. മാറിപ്പോകട്ടെ. ഒരു പുത്തൻ ശുശ്രൂഷയുടെ അനുഭവം ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. എന്നാലേ ഒരു പ്രവചന ശുശ്രൂഷയിൽ കൂടെ സ്തോത്രം ദൈവദാസനെ കർത്താവിടെ ഉപയോഗിക്കുകയാണ്. നീ അസ്ഥികളോട് പ്രവചിക്കണം. ഏറ്റവും ഉണങ്ങി വരേണ്ട ഡിസോർഡറിൽ കിടക്കുന്ന അസ്ഥികൾ എവിടെ കൂട്ടിച്ചേർക്കണം, എങ്ങനെ ചേർക്കണം അറിയാൻ പാടില്ലാത്ത ചില വിഷയങ്ങൾ ഹല്ലേലൂയ അഭിഷേകത്തിനെ ഇന്ന് രാത്രിയിൽ നിന്റെ ജീവിതത്തിൽ കിടപ്പുണ്ട്. എന്നാൽ ആ ഡിസോർഡറിൽ കിടക്കുന്നതിനെ ഇന്ന് രാത്രി ഓർഡറിലാക്കുന്ന ദൈവ പദ്ധതി ഉണ്ടെന്നുള്ളത് ദൈവാത്മാവ് ഇടപെടുന്നു. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഇദ്ദേഹം പ്രവചിച്ചപ്പോൾ സംഭവിച്ചൊരു കാര്യം ശ്രദ്ധിക്കൂ. അസ്ഥികൾ ചലിക്കാൻ തുടങ്ങി. ഈ ദിവസങ്ങളിൽ ചലിക്കാത്ത ചില വിഷയങ്ങൾ ചലിക്കും. ഇതുവരെ അനക്കമില്ലാത്ത വിഷയത്തിന് ഇന്ന് രാത്രി ഒരു ചലനം ഉണ്ടാകുന്നുവെന്ന് ദൈവാത്മാവ് പറയുന്നു. ഇന്ന് നീ കാണും. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന മറുപടിയെ പറ്റി ദൈവാത്മാവ് ഇടപെടുക കേട്ടോ. പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി ദൈവാത്മാവ് സംസാരിക്കുകയാണ്. നിന്റെ പൈതലിന്റെ വിഷയത്തെ പറ്റി രാത്രി ദൈവം സംസാരിക്കുകയാണ്. ഇന്ന് നീ കാണും, ഇന്ന് നീ കാണും, ഇന്ന് നീ കാണും. ഹല്ലേലൂയ. മറക്കണ്ട. അസ്ഥികൾ ചലിക്കാൻ തുടങ്ങി. അസ്ഥിയോട് ചേർന്നു. ഞാനൊരു ദൂതനെന്ന് പറയട്ടെ, ഇനി ഒരിക്കലും കൂടിച്ചേരുകയില്ലെന്ന് പറഞ്ഞ് നീ എഴുതി തള്ളിയ ഹല്ലേലൂയ നിന്റെ തലമുറയുടെ വിഷയമുണ്ടല്ലോ. സ്തോത്രം. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അത് കൂടിച്ചേരുക. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നീ കാണും. ഒരു തീരുമാനം ഇന്ന് രാത്രി അതിന് മേൽ ഉണ്ടാകുമെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നീ കാണും. അസ്ഥിയോട് ചേർന്നു. ഇനി ഒരു സൃഷ്ടിപ്പ് നടക്കുന്നു. ഞരമ്പ് പിടിപ്പിക്കുന്നു, മാംസം പൊതിയുന്നു, തൊക്കുകൊണ്ട് പൊതിയുന്നു. അത് കഴിഞ്ഞ് ജീവന്റെ ശ്വാസമൂതി അല്ലിയ ഡിസോർഡറിൽ കിടന്നതിനെ ഒരു മഹാസൈന്യമായി നിവർന്നു നിൽക്കുമാറാക്കി. നിനക്ക് തലയുയർത്തി പിടിക്കാൻ കഴിയാത്ത വിഷയങ്ങളുടെ മുമ്പിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ഇല്ല, ഇതിന് മാറ്റം വന്ന് നിനക്ക് ദേശത്ത് തലയുയർത്തി പിടിക്കത്തക്കവണ്ണം ഒരു ദൈവ പ്രവൃത്തി ഇന്ന് രാത്രിക്കാലം വെളിപ്പെടുത്തുമെന്ന് ദൈവാത്മാവ് സംസാരിക്കുകയാണ്. കർത്താവിന്റെ മഹത്വം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ ദൈവം പ്രവർത്തിക്കുമെന്ന് നീ ചിന്തിച്ച് ഭാരപ്പെടണ്ട. ദൈവം പറയട്ടുണ്ടെങ്കിൽ, ഇന്ന് നീ കാണുമെന്ന് പറയട്ടുണ്ടെങ്കിൽ,
ഹല്ലേലൂയ. ആ പ്രവൃത്തി ദൈവം തമ്പുരാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ദൈവവചന ധ്യാനത്തിൽ ഈ സമയത്ത് അത് ചെയ്തുകൊണ്ടിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുകയാണ്. വിശ്വാസത്താൽ ആത്മാവിനെ അകത്തെ കണ്ടുകൊണ്ട് കാണണം. സ്തോത്രം. നിനക്ക് വേണ്ടി ഇന്ന് രാത്രി ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ ഇവിടെ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ചിന്തിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. എങ്ങനെ പ്രവർത്തിക്കുമെന്ന്, സ്തോത്രം, ഈ കാര്യം എങ്ങനെയാ ചെയ്യുന്നതെന്ന് 78-ാം സങ്കീർത്തനത്തിന്റെ 26, 28 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ വരുന്നുണ്ട്. 78-ാം സങ്കീർത്തനത്തിന്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. അവൻ ആകാശത്തിൽ കിഴക്കൻ കാറ്റടിപ്പിച്ചു. വളരെ ശ്രദ്ധിച്ചോണം. പ്രൈസ് ദി ലോർഡ്. ഇന്നലെ വരെ നീ ചിന്തിക്കാത്ത ചിന്താഗതികൾക്കപ്പുറമായിട്ട് ഇന്ന് നീ കാണുമെന്ന് പറഞ്ഞ കാര്യം നിനക്ക് ചെയ്തു തരാൻ നീ വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം നീ കാണും, വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് ദൈവത്തിന്റെ ഭാഗത്തും ദൈവം ചെയ്യുന്നത്, ഹല്ലേലൂയ, അവൻ ആകാശത്തിൽ കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു, തന്റെ ശക്തിയാൽ കിഴക്കൻ കാറ്റ് വരുത്തി. ഇന്നലെ വരെ നീ പ്രാർത്ഥിച്ചിട്ട് ഉപവസിച്ചിട്ട് ഓടിയിട്ടും അധ്വാനിച്ചിട്ടും ഹല്ലേലൂയ ഇതൊക്കെ ചെയ്തിട്ടും നടക്കാത്ത ചില വിഷയങ്ങൾ ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ ദൈവത്തിന്റെ ആത്മാവ് ചെയ്തെടുക്കുന്നുവെന്ന് വളരെ സ്പഷ്ടമായി ദൈവാത്മാവ് പറയുന്നു. എനിക്കത് കാണുവാൻ കഴിയുന്നു. അകത്തെ കണ്ണോട് ഞാനത് കാണുന്നു. എന്റെ ദൈവം ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഒരു ഹല്ലേലൂയ ശക്തമായ ഒരു കിഴക്കൻ കാറ്റ് അടുപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ ശക്തി അതിൽ വ്യാപരിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക. ഹല്ലേലൂയ. ഈ കാറ്റിന്റെ ഒരു പ്രത്യേകത പുതിയ ലോകത്തോണം സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ദൈവത്തിന്റെ വ്യാപാര ശക്തിയായ പരിശുദ്ധാത്മാവാൻ കാറ്റ് ഇന്ന് രാത്രി നിനക്ക് വേണ്ടി അടിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഈ കാറ്റടിച്ചു കഴിഞ്ഞപ്പോ അവൻ അവർക്ക് പൊടി പോലെ മാംസത്തെയും കടൽപ്പുറത്തെ മണൽ പോലെ പക്ഷികളെയും വർഷിപ്പിച്ചു. ഇനി ഈ ദൂതന്റെ പ്രസക്തമായ ഭാഗത്തേക്ക് വരികയാണ്. വളരെ ശ്രദ്ധിക്കൂ. എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ചോദിച്ചു. ദൂത് കേട്ടൊക്കെ ശരിയാ, പ്രവചനം കേട്ടോ ശരിയാ, പ്രസംഗം കേട്ടൊക്കെ ശരിയാ, പാസ്റ്റർമാർക്ക് ഇതൊക്കെ പറയാൻ പോയാൽ മതി, ഞങ്ങൾക്ക് അറിയത്തുള്ളൂ ഞങ്ങളുടെ വേദന എന്തൊക്കെ പറയുന്നവരൊന്ന് ചിന്തിച്ചോണം. ഇന്ന് നീ കാണുമെന്ന് പറഞ്ഞ ദൂത് വ്യക്തിപരമായിട്ട് ഏറ്റെടുക്കാമോ, വിശ്വസിക്കാമോ? ഈ രാത്രിയിൽ നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നിനക്ക് വേണ്ടി നീ സംസാരിച്ചാൽ ശരിയാകാത്തത് നിനക്ക് വേണ്ടി കർത്താവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. എങ്ങനെ പ്രവർത്തിക്കും? ഹല്ലേലൂയ. ഒരു ശക്തമായ കിഴക്കൻ കാറ്റ് അടുപ്പിച്ച് ദൈവശക്തി വ്യാപരിച്ചിട്ട് ഹല്ലേലൂയ മണൽ, കടൽപ്പുറത്തെ മണൽ പോലെ പക്ഷികളെ വർഷിപ്പിക്കാൻ തുടങ്ങി. അവരുടെ പാളയത്തിന് നടുവിലും പാർപ്പിടങ്ങളുടെ ചുറ്റിലും അവയെ പൊഴിച്ചു എന്നാണ്. ഞാനൊരു വിശദീകരണം പറയാം അതിനെപ്പറ്റി. സ്തോത്രം. ഇതെങ്ങനെ ഇത് സംഭവിച്ചു? ഇതെങ്ങനെ നടന്നു? ഒറ്റ ദൂതിന്റെ മുൻപിൽ, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒരു ദൈവദാസന്റെ കണ്ണുനീരിന്റെ മുൻപിൽ, നിലവിന്റെ മുമ്പിൽ എന്റെ ദൈവത്തിന്റെ കൈയൊന്ന് ചലിപ്പിച്ചപ്പോൾ ഇവിടെ സംഭവിച്ചത് നിങ്ങൾ കണ്ടോ? 74-ാം സങ്കീർത്തനത്തിന്റെ 13, 14, 2 വാക്യങ്ങൾ ദൈവങ്ങൾ ശ്രദ്ധിച്ചോണം. 74-ാം സങ്കീർത്തനത്തിന്റെ 13, 14, 2 വാക്യങ്ങളാണ്. നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു. ദൈവമക്കൾക്ക് വേണ്ടി ഇന്ന് രാത്രി എന്റെ ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. ഇതിനകത്ത് ശക്തമായ ദൂത് കിടപ്പുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു. അപ്പൊ താനടുപ്പിച്ച കിഴക്കൻ കാറ്റിനകത്ത് ദൈവത്തിന്റെ ശക്തി ഉണ്ടായിരുന്നു. ആ ശക്തി സമുദ്രത്തെ വിഭാഗിച്ചു. എന്നിട്ടേ വെള്ളത്തിലുള്ള തിമിങ്ങലുടെ തല തകർത്ത് തല ഉടച്ചു കളഞ്ഞു. മരുവാസികളായ ജനത്തിന് അതിനെ ആഹാരമായി കൊടുത്തു. ഇത്രയും കാര്യം മാത്രമേ അവിടെ പറയുന്നുള്ളൂ. ഇനി സംഭവിച്ച ഞാൻ പറയാം. ഇവർക്ക് മാംസമാണ് ഇപ്പോൾ വേണ്ടത്, ഇറച്ചി വേണം. ആര് കൊടുക്കും? ലക്ഷങ്ങളാ. മോശം കൊണ്ടേലും പറ്റത്തില്ല. പക്ഷേ ദൈവം പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, നീ ധൈര്യമായിട്ട് അവരോട് പറഞ്ഞു, ഞാൻ അവർക്കത് കൊടുത്തോളാം. ദൈവം പറഞ്ഞാൽ മാറ്റമില്ല, ദൈവം പറഞ്ഞാൽ ചെയ്തിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുപോലെ വിശ്വസിക്കണം. മോശ അത് കേട്ട് ജനത്തോട് പറയുകയാണ്. എന്നാൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം ചെയ്തൊരു കാര്യം,
ഇത്രയും പേർക്ക് മാംസം കൊടുക്കാൻ വേണ്ടി, ഇറച്ചി കൊടുക്കാൻ വേണ്ടി തന്റെ സൃഷ്ടികളിലെ സാധാരണക്കാർക്ക് ആർക്കും തൊടാൻ പറ്റാത്തതായ സമുദ്രത്തിന്റെ ഏറ്റവും ആഴത്തിൽ വസിക്കുന്ന ലിവിയാഥാൻ, 5 പേരുകളാണ് ബൈബിളിൽ ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ഞാൻ അങ്ങോട്ട് പോകാൻ സമയമില്ല. ഒരു മനുഷ്യൻ ഒരിക്കലും ചൂണ്ടലിട്ട് അതിനെ പിടിക്കാൻ ഒക്കത്തില്ല, അടുക്കാൻ ഒക്കത്തില്ല. അത്ര ഭയങ്കരമായ ദൈവസൃഷ്ടിയാണ്. അത് സമുദ്രത്തിന്റെ ഏറ്റവും ആഴത്തിലാണ്. എന്നാൽ ദൈവം പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി മോശയുടെ കണ്ണുനീരിന് മുമ്പിൽ മോശയോട് ദൈവം പറഞ്ഞ വാക്ക് പാലിക്കാൻ വേണ്ടി ഇതാ ശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ് അടുപ്പിച്ച് അതിൽ ദൈവശക്തി വ്യാപരിച്ചിട്ട് സമുദ്രത്തിന്റെ ആഴത്തിൽ കിടക്കുന്ന മനുഷ്യനെ കൈകാര്യം കഴിയാത്ത ലിവിയാഥാനെ, സ്തോത്രം ഹല്ലേലൂയ, പൊക്കിയെടുത്തു കൊണ്ടുവന്നു. നീ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമായിട്ട് നിന്നോട് ദൈവം പറഞ്ഞ ദൂതിന്റെ മറുപടി, അതിന്റെ വിടുതൽ എന്ന് പറയുന്നത് സമുദ്രത്തിന്റെ ആഴത്തിൽ കിടക്കുന്ന നന്മ പൊക്കിക്കൊണ്ടുവരുന്ന ഒരു കാറ്റ് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാൻ കാറ്റാണ്. ഈ രാത്രി ആ കാറ്റ് ശക്തമായി അടിച്ചിട്ട് നിന്നെ ആരും സഹായിക്കാനില്ലാത്ത ഈ സാഹചര്യത്തിൽ അവൻ സമുദ്രത്തിനകത്ത് കിടക്കുന്ന നന്മ പൊക്കിയെടുത്തുകൊണ്ടിരുന്നൊരു കാറ്റ്, ഹല്ലേലൂയ, ഇന്ന് രാത്രി നിനക്ക് വേണ്ടി അടിക്കുന്നു. സ്തോത്രം. ഇന്ന് രാത്രി കരയുന്ന നിനക്ക് വേണ്ടി കാറ്റടിക്കുന്നു. അതിൽ ദൈവശക്തി വ്യാപരിക്കുന്നു. അത് സമുദ്രത്തെ വിഭാഗിക്കുന്നു. ആർക്കും പൊക്കിയെടുക്കാൻ കഴിയാത്ത ലിവിയാഥാനെ ഇതിനെ ആഴത്തിൽ നീ കാറ്റ് പൊക്കിയെടുത്തു കൊണ്ടുവരുന്നു. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യുന്നു. നിന്റെ ശത്രുക്കൾ പോലും അത്ഭുതം കൂറുമാർ നോക്കത്തക്കവണ്ണം, പ്രൈസ് ദി ലോർഡ്, സമുദ്രത്തിന്റെ ആഴത്തിലെ നന്മ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല. പക്ഷെ നിനക്ക് വേണ്ടി ദൈവം തമ്പുരാൻ അവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ആർക്കും പൊക്കിയെടുക്കാൻ കഴിയാത്തതിനെ, പ്രൈസ് ദി ലോർഡ്, ഈ ശക്തി പൊക്കിയെടുത്തു കൊണ്ടുവരികയാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്നിട്ട് അനന്തരം യഹോവ അയച്ച കാറ്റ് 31-ാം വാക്യത്തിലുണ്ട്, സംഖ്യാപുസ്തകം 11-ന്റെ ഊതി, ഹല്ലേലൂയ, കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. ഈ വാക്യങ്ങളൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്തോണം. കടലിൽ നിന്ന് കാടയെ കൊണ്ടുവന്നു. പാളയത്തിന്റെ സമീപത്ത് ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും, സ്തോത്രം ഹല്ലേലൂയ, ഏകദേശം 2 മുഴം അടുത്ത്, നിലത്ത് നിന്ന് 2 മുഴം അടുത്ത് പറന്ന് നിൽക്കുമാറാക്കി എന്നാണ് 31-ാം വാക്യത്തിൽ കാണുന്നത്. അതിന്റെ വിശദീകരണം ഞാൻ പറയട്ടെ, ശ്രദ്ധിക്കൂ. ഇനി ആരും വായിക്കല്ലേ, ശ്രദ്ധിച്ചാൽ. ഞാൻ വായിച്ചു കേൾപ്പിച്ചല്ലോ, ഇനി ശ്രദ്ധിച്ചോളൂ. ഇന്ന് രാത്രി ഈ ദൂത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ശരീരത്തിൽ, നിന്റെ മനസ്സിൽ, നിന്റെ തലമുറയിൽ, നിന്റെ സഭയിൽ, നിന്റെ ശുശ്രൂഷയിൽ, ഹല്ലേലൂയ, നിന്റെ ബിസിനസ്സിൽ, ഹല്ലേലൂയ, നിന്റെ ജോലിയിൽ ഒരത്ഭുതത്തിന്റെ പ്രവൃത്തി ദൈവം തമ്പുരാൻ ചെയ്തുകൊണ്ടിരിക്കുക. കർത്താവിന്റെ മഹത്വം. ഇവിടെ എങ്ങനെ എന്നൊരു ചോദ്യം വേണ്ട. നീ പറഞ്ഞത് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ, മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ, പ്രതിഷ്ഠയിലേക്ക് തിരിഞ്ഞു വരാൻ തയ്യാറാണെങ്കിൽ, വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, ഉപവസിക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ ചിന്തിച്ചല്ലോ വാക്യം, ഈ ശക്തി ലിവിയാഥാനെ പൊക്കിയെടുത്തു കൊണ്ടുവന്നു. അതിന്റെ തല ഉടച്ചു, മാംസകഷ്ണങ്ങളാക്കി മാറ്റി. സൃഷ്ടികർത്താവായ ദൈവം ഈ ജനത്തിന് വേണ്ടി ഒരു സൃഷ്ടിപ്പ് നടത്തുക. ഈ മാംസകഷ്ണങ്ങളെ അതിന് ചിറക് പിടിപ്പിച്ച്, കാലുകൾ പിടിപ്പിച്ച്, ചുണ്ട് പിടിപ്പിച്ച്, ലളിതമായി പറഞ്ഞാൽ ഹല്ലേലൂയ, കാടപ്പക്ഷിയായിട്ട് അതിനെ രൂപാന്തരപ്പെടുത്തി. നിനക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ എങ്ങനെ പ്രവർത്തിക്കുന്ന ചിന്തിച്ച് ഭാരപ്പെട്ട് യോഗം പോലും മുടങ്ങല്ലേ. നീ ദൈവശബ്ദം കേട്ടിട്ട് ചില ചിന്തിച്ചിരിക്കുക, യോഗം പോലും മുടങ്ങി പോവുക. അയ്യോ, ഇന്ന് സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ, ചിന്തിച്ചിരിക്കുക ദൈവശബ്ദം കേട്ടിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെ നടക്കും. ദൈവമക്കൾ ഓർത്തോണം, നിനക്ക് വേണ്ടി ഈ രാത്രി ഒരു ദൈവപ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം സൃഷ്ടിപ്പ് നടത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതിനെ കാടപ്പക്ഷികളാക്കി രൂപാന്തരപ്പെടുത്തി ജീവന്റെ വ്യാപാരം അയച്ചിട്ട് ഒരൊറ്റ കൽപ്പന, അടുത്ത കാറ്റ്, ഹല്ലേലൂയ, വഴിമാറി പോകാതിരിക്കാൻ ഈ കാടപ്പക്ഷികൾ
നേരെ ഏകദേശം 6 മൈൽ ചുറ്റളവിൽ പാളയം അടിച്ചു കിടക്കുന്ന ഇസ്രയേൽ പാളയത്തിന് ചുറ്റും 2 മുഴം പൊക്കത്തിൽ പറന്നു നിൽക്കാൻ കൽപ്പിച്ചു. നിനക്ക് ദൈവം ഒരു വഴി തുറക്കുമുണ്ടല്ലോ. ദൈവം നിനക്കായിട്ട് ഇന്ന് രാത്രി അത്ഭുതം പ്രവർത്തിക്കുമുണ്ടല്ലോ. നിനക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാവുന്ന നിലയിൽ തന്നെ എന്റെ ദൈവം തമ്പുരാൻ ഇന്ന് രാത്രി പ്രവർത്തിക്കും. തെളിച്ചു പറയാം, ദൈവസഭയിലെ ഏറ്റവും നീളം കൂടിയ ആളിനും നീളം കുറഞ്ഞ ആളിനും ഒരുപോലെ പിടിച്ചെടുക്കത്തക്കവണ്ണം നിലത്ത് നിന്ന് 2 മുഴം പൊക്കത്തിൽ കാടപ്പക്ഷികൾ പറന്നു നിന്നു കൊടുത്തു. സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം പറയുന്ന പോലെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ രാത്രി നിനക്ക് ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ കണ്ണ് മുമ്പിലുണ്ട്, നിന്റെ സമീപത്തുണ്ട്. നിനക്ക് അതിനെ എത്തിപ്പിടിക്കത്തക്കവണ്ണം എന്റെ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. കർത്താവിന്റെ മഹത്വം. എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ചിന്തിക്കണ്ട. സ്തോത്രം. ഇനി ദൈവം പ്രവർത്തിക്കുമ്പോഴെല്ലാം ചൊവ്വേ ചെയ്യും. എനിക്ക് അല്പം കൂടെ നീളം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 2 കാടപ്പക്ഷിയെ പിടിച്ചേനെന്നല്ല. ഈ നീളം കുറഞ്ഞവനാണെങ്കിലും കൊള്ളാം, നീളം ഉള്ളവനാണെങ്കിലും കൊള്ളാം, നിനക്കെത്തി പിടിക്കത്തക്കവണ്ണം 2 മുഴം പൊക്കത്തിൽ അതിനെ പറന്നു നിൽക്കുമാറാക്കി എന്റെ ദൈവം കൽപ്പിച്ചു. വേറെ ഒരു ദിക്കിലേക്ക് പോകാതെ ഇസ്രയേൽ പാളയത്തിന് ചുറ്റും പറന്നു നിൽക്കത്തക്കവണ്ണം ശക്തമായ കാറ്റ് വീണ്ടും അടിച്ചു. ചില കാറ്റ് ദൈവങ്ങൾ ഓർത്തോണം, നേരെ അടിക്കുമ്പോഴേ യഹോവയുടെ സ്തോത്രം വലിയ പ്രവൃത്തി ചുഴലിക്കാറ്റിലും പെരുങ്കാറ്റിലും ഉണ്ടെന്ന് ദൈവം അടുപ്പിക്കുന്ന കാറ്റിനകത്ത് നിന്റെ ചോദ്യത്തിന് മറുപടി ഇന്ന് രാത്രി ഉണ്ടെന്നാണ് വ്യക്തമായിട്ട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവർക്ക് സ്തോത്രം ഇഷ്ടം പോലെ പിടിച്ചെടുക്കത്തക്കവണ്ണം കാടപ്പക്ഷികൾ 2 മുഴം പൊക്കത്തിൽ പറന്നു നിന്നു കൊടുത്തു. അപ്പൊ അവരുടെ ചോദ്യത്തിന് അവിടെ മറുപടിയായി, സ്തോത്രം, ചോദ്യത്തിന് മറുപടിയായി ഞങ്ങൾക്ക് ആര് ഇറച്ചി തരും? മോശയുടെ ചോദ്യത്തിന് അവിടെ മറുപടിയായി. ഹല്ലേലൂയ. ദൈവം ചോദിച്ച ചോദ്യത്തിന് അവിടെ മറുപടിയായി. ദൈവമക്കൾ ഓർത്തോണം, ഒരിക്കലേ യോർദാനിൽ പോയി മരം മുറിക്കാനായിട്ട് യോഹന്ന ശിഷ്യന്മാർ പോവുകയാണ്. അവിടെ ചെന്ന് വെട്ടിക്കൊണ്ടിരിക്കുമ്പോഴുണ്ടായൊരു സംഭവം ഇതാണ്. 2 രാജ്യങ്ങൾ 6-ാം അധ്യായത്തിൽ 6-7 വാക്യങ്ങൾ കാണാൻ പറ്റും. ഒരുത്തൻ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ അവന്റെ കോടാരി വെള്ളത്തിൽ പോയി. പക്ഷെ അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, യജമാനെ ഇത് വായ്പ വാങ്ങിയതാണ്, കരയാൻ തുടങ്ങി. ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, എവിടാ വീണത്? ഇന്ന് രാത്രി നീ വീണ സ്ഥലമുണ്ടല്ലോ, ഒന്ന് കാണിച്ചു കൊടുക്കാൻ തയ്യാറാകാം. ഒരു കോൽ വെട്ടി അവിടേക്ക് എറിഞ്ഞു, ആ ഇരുമ്പ് പൊങ്ങിയോ. അസാധ്യമെന്ന് നീ പറഞ്ഞതിനെ ഇന്ന് രാത്രി ദൈവം പൊക്കിയെടുത്തുകൊണ്ടിരിക്കുക. ഒരിക്കലും സാധ്യമെന്ന് പറഞ്ഞതിനെ ഇന്ന് രാത്രി ദൈവം പൊക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. സമുദ്രത്തിന്റെ ആഴത്തിൽ ഈ നന്മ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ട് അവിടുന്ന് അതിനെ പൊക്കിയെടുക്കുന്ന ഒരു കാറ്റ് ഇന്ന് രാത്രി അടിക്കുന്നു എന്ന് ദൈവാത്മാ പറയുമ്പോൾ ഓർത്തുകൊള്ളുക, എങ്ങനെയെന്ന് ചോദിച്ച് നീ ഭാരപ്പെടണ്ട. ഇന്ന് രാത്രി ദൈവം പ്രവർത്തിച്ച് കഴിഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ഒരു വലിയ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടുന്നുവെന്ന് ദൈവാത്മാ ഓർപ്പിക്കുക. ഇസ്രായേൽ മക്കൾക്ക് തടസ്സമായി നിന്ന ഒരു ചെങ്കടലായിരുന്നു. ഒത്തിരി തടസ്സങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം ചെങ്കടലായിരുന്നു. എന്നാൽ അതിനെ നോക്കി പകച്ചു നിന്ന ജനത്തോട് പറയാണ്, ഞാൻ സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയും വെട്ടിവെച്ചിട്ടുണ്ടെന്ന്. നീ ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപ് ഇത് വെട്ടിവെച്ച ശേഷമാ നിന്നെ വിളിച്ചിറക്കിയതെന്ന്. ഓളങ്ങളും തിരമാലകളും നിമിത്തം ഇത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാ പറയാണ്, നിനക്കതിനെ കാണാൻ കഴിയത്തക്കവണ്ണം ഹല്ലേലൂയ. 1, നീ ഉറച്ചു നിൽക്കണം. 2, മുമ്പോട്ട് പോകണം. 3, മോശേ നിന്റെ ശുശ്രൂഷയോടെ വെളിപ്പെടുത്തണം. കഴിഞ്ഞ കാലങ്ങളിൽ അത്ഭുതം പ്രവൃത്തിയുടെ വടി നിന്റെ ഇരിപ്പില്ലേ, അത് നീ കടലിലേക്ക് നീട്ടണം. അത് 2ആയി വഴിമാറും. സ്തോത്രം. അവിടെ അത്ഭുതം നടന്നു. അങ്ങനെയാണെങ്കിൽ ആ മോശയ്ക്ക് ചെങ്കടലായിരുന്നു പ്രശ്നമെങ്കിൽ ഇന്ന് രാത്രി ഒരു ദൂത് പറഞ്ഞ് അവസാനിപ്പിക്കണമല്ലോ. സക്കറിയ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ സക്കറിയ 10:11 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ സമുദ്രത്തോടെ കടന്നതിന്റെ ഓളങ്ങളെ അടിക്കും. ചില ഓളങ്ങളാണ് ഈ വഴി കാണാൻ തടസ്സമെങ്കിൽ, ചില ഓളങ്ങളാണ് ലിവ്യാഥാനെ കാണാൻ തടസ്സമെങ്കിൽ, ചില ഓളങ്ങളാണ് ഈ കാടപ്പക്ഷികളെ കാണാൻ തടസ്സമെങ്കിൽ ഇന്ന് രാത്രി എന്റെ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നു. ഞാൻ ഹല്ലേലൂയ കഷ്ടതയുടെ സമുദ്രത്തൂടെ
കടന്ന് അതിന്റെ ഓളങ്ങളെ അടിക്കും. നിന്റെ കഷ്ടതയുടെ ഓളങ്ങൾ നിമിത്തം നിനക്ക് വേണ്ടി ഒരിക്കൽ നന്മ നിനക്ക് കാണാൻ കഴിയാതെ നീ ഭാരപ്പെട്ട് ഇന്ന് രാത്രികാലം ഇരിക്കുന്നെങ്കിൽ, ചില വർഷങ്ങളായിട്ട് നീ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ, ദൈവാത്മാവ് ഒരു ദൂത് പറയട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്റെ കർത്താവ് പ്രവർത്തിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞു. എത്ര പേർക്ക് വിശ്വസിച്ച് സ്വതന്ത്രം പറയാൻ പറ്റും? ഹല്ലേലൂയ. നിനക്ക് വേണ്ടി, നിന്റെ നിലവിയുടെ മുമ്പിൽ, നിന്റെ പ്രാർത്ഥന മറുപടിയായിട്ട്, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ പൈതലിന് വേണ്ടി, നിന്റെ ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി ദേശത്ത് അത്ഭുതം നടക്കുവാൻ എന്റെ കർത്താവ് പ്രവർത്തിപ്പാൻ, പ്രാർത്ഥന മറുപടി എന്നോണം പ്രവർത്തിപ്പാൻ ഇറങ്ങിക്കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ കാണും, ഇന്ന് നിങ്ങൾ കാണും. നാളത്തേക്ക് മാറ്റണ്ട, ഇന്ന് നിങ്ങൾ കാണും. സ്തോത്രം. യഹോവയുടെ കൈ കുറുതായോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് നിങ്ങൾ കാണും. സ്തോത്രം. നാളത്തേക്ക് ഇത് മാറ്റണ്ട. ചില വിഷയങ്ങൾക്ക് ഈ രാത്രി ദൈവാത്മാവ് ഒരു മറുപടി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വലിയ ദൈവപ്രവൃത്തി ഇവിടെയുണ്ട്. ഞാൻ കഷ്ടതയുടെ ഓളങ്ങളെ അടിക്കുമ്പോഴുണ്ടല്ലോ എങ്ങനെ പ്രവർത്തിക്കുന്നു ചോദിച്ചാൽ മറുപടി, ആ സമയത്ത് നീല നദി വറ്റും. ഈ തലമുറയുടെ വിഷയം കേട്ടോ. ഞാൻ സമയം തീരുന്നതിനാൽ ഞാൻ ഒത്തിരി വിസ്തരിക്കുന്നില്ല. ഈ തലമുറയുടെ വിഷയമാണ്. നിന്റെ തലമുറയുടെ പാരമ്പര്യ വിഷയമുണ്ടല്ലോ. ഇന്ന് രാത്രി സ്വർഗം ഏറ്റെടുക്കുക. ചിഹ്നഭിന്നമായി പോയതും നിനക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതും ഒരിക്കലും ഹല്ലേലൂയ നിനക്ക് നിയന്ത്രിക്കാനും കഴിയാത്ത ചില തലമുറയുടെ വിഷയത്തിന് മുമ്പിൽ കരയുന്ന മാതാവേ, ഈ രാത്രി ദൈവാത്മാവ് ഇടപെടുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ കഷ്ടതയുടെ സമുദ്രത്തിലൂടെ എന്റെ കർത്താവ് കടന്നതിന്റെ ഓളങ്ങളെ അടിക്കുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് നീല നദി വറ്റും എന്ന് പറഞ്ഞാല്, മോശയുടെ സമപ്രായക്കാരായ കുഞ്ഞുങ്ങളെ നീലനദിയിലേക്ക് വലിച്ചെറിഞ്ഞെങ്കിൽ ഇനി ആ സംഭവം ഇല്ലെന്ന്. ഈ നദി വറ്റിയാൽ ഇനി അങ്ങോട്ട് എറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. നീ പ്രാർത്ഥിക്കുന്ന, ഹല്ലേലൂയ, നീ തലമുക്കി പിടിക്കാൻ പോലും കഴിയാത്ത വിഷയങ്ങളുമായിട്ട് നിന്റെ തലമുറ നീങ്ങുമ്പോൾ, ഇന്ന് രാത്രി നിന്റെ വിശ്വാസത്തെ, നിന്റെ സാക്ഷ്യത്തെ ചോദ്യം ചെയ്യുന്ന വിഷയങ്ങൾ ഭവനത്തിന് ഉള്ളറി നിൽക്കുമ്പോൾ ദൈവാത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, ആ നീല നദി ഇന്ന് രാത്രി വറ്റും. ഹല്ലേലൂയ. അശൂർ രാജാവ് ദൈവമക്കളെ, സ്തോത്രം, വലിയ പ്രമാണം പെട്ടപ്പോൾ അശൂരിൽ കൊണ്ടുപോയി അവരെ തിന്നുകളഞ്ഞെന്ന ആൾബലമില്ലാതാക്കി, എണ്ണം കുറഞ്ഞു. സ്ഥിതിക്ക് ദൈവം മാറ്റം വരും. അവരെ ഞാൻ മടക്കി വരുത്തും. അശൂറിന്റെ ഗർവം താഴുന്ന, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവരുടെ അസ്ഥികളെ രാജാവ് ഓടിച്ചു കളഞ്ഞു. ബാബേൽ രാജാവ് ഓടിച്ചു കളഞ്ഞു. അസ്ഥി ഒടിഞ്ഞാൽ പിന്നെ കൈകൊട്ട് നടക്കത്തില്ല, പാട്ട് നടക്കത്തില്ല, കൈകൊണ്ടൊന്നും കൊടുക്കാനൊക്കത്തില്ല. അസ്ഥി ഒടിഞ്ഞു കഴിഞ്ഞാലേ ഇതേ സ്ഥിതിക്കെല്ലാം ദൈവം തമ്പുരാനോട് മാറ്റം ഉണ്ടാക്കിയാണ്. ഞാൻ അവരെ മടക്കി വരുത്തും. മിസ്രയീമിന്റെ ചെങ്കോൽ നീങ്ങിപ്പോവും. കഴിഞ്ഞ കാലങ്ങളിൽ സാത്താൻ ഹല്ലേലൂയ ഭരിച്ച് പല കാര്യം ചെയ്തെങ്കിൽ ഇന്ന് രാത്രി അപ്പാർത്ഥന്മാർ ദൈവാത്മാവ് ചില കാര്യം നിന്റെ വീട്ടിൽ ചെയ്യുകയാണ്. ഇന്ന് നിങ്ങൾ കാണും. യഹോവയുടെ നാമത്തിൽ അവർ ദേശത്ത് സഞ്ചരിക്കും. ചില വഴികൾ കൊട്ടിയടച്ച്, നിന്റെ തലമുറയ്ക്ക് പോകേണ്ട വഴികളെ അടച്ച്, സ്തോത്രം, അതിനെ ബന്ധിച്ച് അവരുടെ ഭാവികളെ, സ്തോത്രം, മുൻപോട്ട് നീക്കാൻ കഴിയാതെ വിടാതെ ഒതുക്കിയ ചില വിഷയം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത് വിടുതലാകട്ടെ, സ്വാതന്ത്ര്യമാകട്ടെ. ഹല്ലേലൂയ. യഹോവയുടെ നാമത്തിൽ അവർ ദേശത്ത് സഞ്ചരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അങ്ങനെ എന്റെ പ്രിയമുള്ള ദൈവങ്ങളെ, യഹോവയുടെ കൈ കുറുതായോ ഇല്ലയോ എന്ന് ഇന്ന് നിങ്ങൾ കാണും. സ്തോത്രം. ഒരു കാര്യം ഉറപ്പാണ്, അവസാനത്തെ ശബ്ദം നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിലെ യേശുവിന്റെ ശബ്ദമായിരിക്കണം. അവസാന ശബ്ദം യേശുവിന്റെ ശബ്ദമായിരിക്കണം. എന്താ യേശുവിന്റെ ശബ്ദം പ്രത്യേകത? കാൽവരി മലമേട്ടിൽ എനിക്ക് നിങ്ങൾക്കും വേണ്ടി കർത്താവ് തകർക്കപ്പെട്ടു. ആ തകർക്കപ്പെടുമ്പോൾ സംഭവിച്ച ചില കാര്യങ്ങള് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ, ആദം പാപം ചെയ്ത് സൂര്യൻ എരിഞ്ഞടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ആദം ഹവ്വമാരോട് ദൈവം തമ്പുരാൻ ഇടപെട്ട ഒരു ഉടമ്പടിയുണ്ട് നമ്മളോടുകൂടെ ചേർത്ത്. എന്നറിയാമോ? നിങ്ങളെ തകർത്ത, നിങ്ങളെ നശിപ്പിച്ച, അവകാശത്തിൽ നിന്ന് പദവിയിൽ നിങ്ങളെ മാറ്റിക്കളഞ്ഞ സാത്താന്റെ തല സ്ത്രീയുടെ സന്തതി തകർക്കും. യേശുവിന്റെ കാൽവരി മരണത്തിൽ സംഭവിച്ചത് ആ പ്രവചനം പൂർത്തിയായി. അവന് തല തകർന്നു. കൊലോസ്യർ 2:14 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ, കൊലോസ്യർ 2:14 മുതൽ, അതിക്രമങ്ങളൊക്കെ നമ്മൾ ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായ കൈയെഴുത്ത് വായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നീക്കി വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച ക്രൂശിൽ അവർ മേൽ ജയോത്സവം കൊണ്ടാടിയവരെ പരസ്യ കാഴ്ചയാക്കി എഴുതിയിരിക്കുന്നു. ഏകദേശം 613 ചട്ടങ്ങളടങ്ങിയ ന്യായപ്രമാണത്തിന്റെ യേശു കാൽവറിയിൽ പൂർത്തിയാക്കി. ആർക്കും ഇതിനെ പൂർത്തിയാക്കാൻ കഴിയത്തില്ലായിരുന്നു. പിശാചിന്റെ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. 1 പത്രോസ് 2:24 വായിക്കുന്നുണ്ട്,
നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. നമ്മുടെ പാപങ്ങളെ അവന്റെ ശരീരത്തിൽ ചുമന്ന് ക്രൂശിന്മേൽ കർത്താവ് കയറുന്നു. ഹല്ലേലൂയ. എബ്രായലേഖനം 1:3 വായിക്കുന്നു, അവൻ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം. കാൽവറിയിൽ യേശു പിടഞ്ഞു മരിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർഡർ ചെയ്തിട്ട് താൻ അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, ഇതാ സകലവും നിവർത്തിയായി എന്ന് പറഞ്ഞ് പ്രാർത്ഥന വിട്ടു. എന്റെ പ്രിയമുള്ളവരെ, നിനക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ, നിന്റെ വിഷയം എത്ര വലുതാണോ, നിന്റെ കണ്ണുനീരിന്റെ ആഴം എത്രയാണോ, ഇതിനെല്ലാം മറുപടിയായി ഇന്ന് രാത്രി ഇത് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യണം. അവസാനത്തെ വാക്ക് എന്റെ കർത്താവിന്റെ വാക്കായിരിക്കണം. കർത്താവ് പറഞ്ഞ അവസാനിപ്പിച്ച് ഇങ്ങനെയാണ്, ഇതാ സകലവും നിവർത്തിയായി. ഇന്ന് വിശ്വസിക്കാം, കർത്താവിന്റെ കരത്തിന്റെ വലിപ്പം നിവർത്തിയായി എന്ന് പറഞ്ഞ കർത്താവ് നിനക്ക് വേണ്ടി കൈ നീട്ടി. അതിന്ന് രാത്രി കർത്താവ് ചെയ്തു കഴിഞ്ഞു. സ്തോത്രം. കർത്താവ് ഇന്ന് രാത്രി അത് ചെയ്തു കഴിഞ്ഞു. നിന്റെ പ്രാർത്ഥന മറുപടി തന്നതാണ് പറഞ്ഞതിന്റെ സാരം. ഹല്ലേലൂയ. അപ്പോ അത് നിവർത്തിയായി എന്ന് പറഞ്ഞ് കർത്താവ് പ്രാർത്ഥന വിട്ടു. അങ്ങനെയെങ്കിൽ സമുദ്രത്തിന്റെ ആഴത്തിൽ കിടക്കുന്ന നന്മ ഈ ശക്തമായ പരിശുദ്ധാത്മാവ് കാറ്റ് ആഴത്തിൽ ചെന്ന് സ്തോത്രം പൊക്കിയെടുത്ത് ഇതൊരു മനുഷ്യൻ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. നിനക്ക് വേണ്ടി രാത്രി പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയാണ്. ഒരിക്കല് ശിഷ്യന്മാരെല്ലാം യേശുവിനെ വിട്ട് ഓടിപ്പോയി. യേശുവിന്റെ ക്രൂശ് മരണത്തിന് നിർണായകമായ ഘട്ടത്തിലാണ്. അപ്പം തിന്നാൻ അടയാളം കാണാനൊക്കെ ഒരുപാട് പേര് കൂടിയതാണ്. എന്നാൽ യേശു എന്ന ദൗത്യം പൂർത്തിയാക്കുന്ന നിർണായകമായ ഘട്ടത്തിൽ ക്രൂശിനോട് ചേർന്ന് നിൽക്കാനായിട്ട് 4 സഹോദരിമാരും 1 സഹോദരനെ ഉള്ളായിരുന്നു. പല സഭകളിലെ ഉപവാസ പ്രാർത്ഥനമല്ല, ആ നിർണായകമായ ഘട്ടത്തിൽ. സ്തോത്രം. എന്നാൽ ഇപ്പോൾ അതിനേക്കാൾ വലിയൊരു സംഭവം, ശിഷ്യന്മാരെല്ലാം ക്രൂശ് മണ്ഡത്തിൽ യേശുവിനെ വിട്ട് ഓടിപ്പോവുകയാണ്. എന്നാൽ 7 ഭൂതങ്ങൾ വിട്ടുപോയ മറിയയ്ക്ക് യേശുവിന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ കഴിയും. അവള് പറഞ്ഞൊരു വാക്കിങ്ങനെ, എന്റെ യേശുവിനെ ഞാൻ എടുത്തുകൊണ്ടു. കണ്ടോ ആ റിലേഷൻ, ആ ബന്ധം കണ്ടോ? എന്റെ യേശുവിനെ ഞാൻ എടുത്തുകൊണ്ട് വരും. പ്രൈസ് ദി ലോർഡ്. സന്ധ്യ മുതൽ യാത്ര ചെയ്ത് നിയമം അനുവദിക്കുന്നില്ല. ഇവൾ ഇരുട്ടിൽ കൂടെ നടന്ന് പല ശവക്കല്ലറുകൾ കടന്ന് പ്രഭാതത്തിൽ യേശുവിനെ അടക്കം ചെയ്ത സ്ഥലത്തെത്തി. എങ്ങനെ പ്രവർത്തിക്കുന്ന ചോദിച്ച് ഭാരപ്പെടല്ലേ, ദൈവം പറഞ്ഞാൽ ചെയ്യും. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ പ്രതികൂലങ്ങളൊക്കെ അവളൊരു ചവിട്ടുപടിയായിട്ട് ഉപയോഗിച്ചു. പ്രതികൂലം പറഞ്ഞുകൊണ്ട് വീട്ടിൽ ഇരിക്കുകയുള്ളൂ. അവൾ പ്രഭാതത്തിൽ കല്ലറക്കിലെത്തി. പക്ഷെ അവൾക്ക് തടസ്സമായിരിക്കുന്ന ഒറ്റ വിഷയം ഉണ്ടായിരുന്നുള്ളൂ. അവിടെ കാവൽക്കാർ നിൽപ്പുണ്ട്, അവർ അപവാദം പറയും, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊന്നും നമുക്ക് വിഷയമല്ല, ഒറ്റ വിഷയമുള്ളൂ. ഏകദേശം 4 ടണ്ണിലധികം ഭാരമുള്ള ഒരു വലിയ കല്ല് ഗുഹാമുഖത്ത് ഉരുട്ടി വെച്ചു. അതിൽ റോമൻ മുദ്ര ഉണ്ടായിരുന്നു. റോമ സാമ്രാജ്യത്തിലെ ആർക്കും അതിൽ തൊടാൻ അവകാശമില്ല. അവൾ ചോദിച്ചൊരു ചോദ്യം ഇതാണ്, കൃപയാൽ ഇവിടം വരെ വരാനിടയായി ഈ കല്ല് നമുക്ക് വേണ്ടി ആരുരുട്ടിക്കളി? നിനക്കുരുട്ടി മാറ്റാൻ കഴിയാത്ത ഈ കല്ല് പോലുള്ള ചില വിഷയങ്ങൾ, മുദ്ര വെച്ച ചില കല്ല് പോലുള്ള ചില വിഷയങ്ങൾ, സാത്താന് മുദ്രയുള്ള ചില വിഷയങ്ങൾ ഇന്ന് രാത്രി യേശുവൻ നാമത്തിൽ അത് പൊട്ടിമാറുന്നത് ആത്മാവിൽ കാണുന്നു. സകലവും കീഴ്പ്പെടുത്താൻ ദൈവത്തിന്റെ വ്യാപാര ശക്തി അതിനെ അടിച്ചു മാറ്റുന്നു. എന്നാൽ അവളത് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ സംഭവിച്ച ഒറ്റ കാര്യമുള്ളൂ. റോമ സാമ്രാജ്യത്തിലെ ആർക്കും ഈ കല്ലിൽ തൊടാൻ അവകാശമില്ലെങ്കിൽ ഇതാ ഹല്ലേലൂയ മത്തായി സുവിശേഷം 28:1 വായിക്കുന്നു, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം. സ്തോത്രം. സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി. ദൂതൻ അതിൽ കയറിയിരുന്നു. ഇവിടെ ആരും നിന്നെ സഹായിക്കാനില്ലെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുകയാണ്, ഇന്ന് നീ കാണും. ഇവിടെ കൈ കുറുതായോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് നീ കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോ ദൂതൻ വന്ന റോമൻ മുദ്രയെ അടിച്ചു തകർത്തിട്ട് ഈ കല്ലുരുട്ടി മാറ്റി അതിൽ കയറിയിരുന്നു. റോമ സാമ്രാജ്യത്തിൽ ആരെങ്കിലും അത് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഒരു കേസ് കൊടുക്കായിരുന്നു. ദൂതന്റെ പേര് കേസ് കൊടുക്കാനുള്ളൂ. ഒറ്റ ഒരുത്തിനും അങ്ങോട്ട് അടുത്തില്ല പ്രിയമുള്ളവരെ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നല്ല രാത്രിയാണ്. പ്രൈസ് ദി ലോർഡ്. ആരിവിടെ നിന്നെ സഹായിക്കുന്നില്ലെങ്കിൽ ഈ രാത്രി ദൈവാത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, അതേ ദൂതനെ നിന്റെ വീട്ടിൽ അയക്കാൻ ദൈവം വിശ്വസ്തൻ. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം.
സമയം ചുരുക്കത്തെ ഞാൻ തൽക്കാലം ഇത് അവസാനിപ്പിക്കുന്നു.